കർഷക സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ച് കേന്ദ്ര സർക്കാർ. ഫെബ്രുവരി 14 ചർച്ച നടത്താനാണ് തീരുമാനം. കേന്ദ്രത്തിന്റെ ക്ഷണം കർഷക സംഘടനകൾ സ്വീകരിച്ചു. അതിനിടെ 56 ദിവസമായി നിരാഹാര സമരം നടത്തുന്ന കർഷക നേതാവ് ജോഗിത് സിംഗ് ഡെല്ലേവാൾ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ചികിത്സ തേടി. ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, ഏതായാലും ചർച്ചയ്ക്ക് അരങ്ങൊരുങ്ങുകയാണ്. കർഷക സംഘടനകൾ ഈ ചർച്ചയ്ക്കുള്ള ക്ഷണം സ്വീകരിച്ചിട്ടുണ്ടോ? അവരുടെ പ്രതികരണങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ലക്ഷ്മി, ഇന്നലെ വൈകിട്ട് കേന്ദ്രത്തിന്റെ അഗ്രികൾച്ചർ ജോയിന്റ് സെക്രട്ടറി പ്രിയ രാജൻ നേരിട്ട് പോയിട്ടാണ് കർഷക സംഘടനകളുമായിട്ട് ചർച്ച നടത്തിയത്, പ്രാഥമിക ചർച്ച നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ചർച്ചയ്ക്കുള്ള സന്നദ്ധത ജോയിന്റ് സെക്രട്ടറി വീരാജൻ IAS നേരിട്ട് തന്നെ പോയി കർഷക നേതാക്കളെ അറിയിക്കുകയായിരുന്നു. അദ്ദേഹം ഈ ചർച്ച, കേന്ദ്രത്തിന്റെ ഈ ചർച്ചയ്ക്കുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഇത് കർഷക സംഘടനകൾ ഇക്കാര്യത്തിൽ സമ്മതം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ചണ്ഡീഗഡ് വിളിച്ച് ഫെബ്രുവരി 14 വൈകിട്ട് 5 മണിക്കാണ് ചർച്ച. ഈ സാഹചര്യത്തിൽ ഒരു മഞ്ഞുരുകുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം എന്തൊക്കെയായിരിക്കണം കർഷകരുടെ ആവശ്യങ്ങൾ, അതിൽ എത്രത്തോളം കേന്ദ്രത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇത് സംബന്ധിച്ചുള്ള ഒരു കരട് രൂപം പരസ്പരം ഇന്നലെ കൈമാറിയിട്ടുണ്ട്. ഇത് കേന്ദ്ര സർക്കാരുമായിട്ട് ജോയിന്റ് സെക്രട്ടറി അഗ്രികൾച്ചർ ജോയിന്റ് സെക്രട്ടറി ചർച്ച ചെയ്ത ശേഷം അത് സംബന്ധിച്ചുള്ള മറുപടി 5-ാം തീയതി ഫെബ്രുവരി 5 നടക്കുന്ന ചർച്ചയിൽ നൽകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കർഷകർക്കും കേന്ദ്ര സർക്കാരിനും ഇടയ്ക്ക് മഞ്ഞുരുകുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. അതേപോലെ തന്നെ പ്രിയരാജൻ നേരിട്ട് ചർച്ച നടത്തുകയും ഡെല്ലേവാളുമായി ചർച്ച നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡെല്ലേവാൾ വൈദ്യസഹായം സ്വീകരിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തെ ഉടൻ തന്നെ ഇന്നലെ തന്നെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 14 ചണ്ഡീഗഡിൽ വെച്ച് ചർച്ച നടത്തണമെന്നാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടത്. സംയുക്ത കിസാൻ മോർച്ച അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് പഞ്ചാബിലെ ചണ്ഡീഗഡിൽ വെച്ചിട്ട് കേന്ദ്ര സർക്കാരും അതേപോലെ കർഷക സംഘടനകളിലെ 6 പ്രതിനിധികളും തമ്മിൽ ചർച്ച നടത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കർഷകർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അനുഭാവപൂർവമായ നീക്കമുണ്ടാകുമെന്ന് കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കർഷക സമരത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. ലക്ഷ്മി പത്മ, കർഷക സമരം പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ. ഏതായാലും സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് കേന്ദ്രം. ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.